2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തൻ്റെ പുത്രനെ മനുഷ്യരക്ഷയ്ക്കായി ലോകത്തിലേക്ക് അയച്ചതിൻ്റെ അനുസ്മരണമാണ് ക്രിസ്മസ്. ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. ക്രിസ്മസ് ആഘോഷം ക്രൈസ്തവരോടൊപ്പം എല്ലാ ആളുകളും ലോകമാസകലം ആഘോഷിക്കുന്നു എന്നതൊരു പ്രത്യേകതയാണ്. ക്രിസ്മസ് ആഘോഷം ക്രൈസ്തവർ മതത്തിൻ്റെ പേരിൽ ആഘോഷിക്കുമ്പോൾ അക്രൈസ്തവർ ആഘോഷങ്ങൾക്ക് വേണ്ടി നടത്തുന്നു, വ്യാപാര വ്യവസായങ്ങൾക്ക് വേണ്ടി നടത്തുന്നു, പണസമ്പാദന അവസരമായി കണ്ടുകൊണ്ട് വിപുലമായ ആഘോഷങ്ങൾ നടത്തുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ഒരു കൂട്ടർ ക്രിസ്തുവിനെ ആഘോഷത്തിന് മാത്രമായി ക്രിസ്മസിനെ കാണുന്നു. ക്രിസ്മസ് ആഘോഷിക്കുന്ന ക്രൈസ്തവരുടെ ഇടയിൽ ക്രിസ്തുവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് വളരെ ഒരുക്കങ്ങളുണ്ട്. ദൈവജനത്തെ മതപരമായി തയ്യാറാക്കുന്ന കർമ്മപദ്ധതികളും എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട്. മറുവശത്ത് ഭാഗികമായി മതപരമായതും എന്നാൽ സഭയുടെ വിശ്വാസവുമായി യാതൊരു ബന്ധമില്ലാത്തതായ പരിപാടികളും പണസമ്പാദന പരിപാടികളും നടക്കുന്നുണ്ട്. അതുപോലെ ക്രിസ്മസുമായി ബന്ധപ്പെട്ടെന്ന് പറയാതിരിക്കുവാൻ സാധിക്കുകയില്ല. പള്ളിയേക്കാൾ വലിയ നക്ഷത്രം ഉണ്ടാക്കുക, 1001 നക്ഷത്രം ഉണ്ടാക്കുക, ഏറ്റവും ഉയരത്തിൽ നക്ഷത്രം കെട്ടുക, 500, 1000, 5000 ക്രിസ്തുമസ് പാപ്പാമാരെ ഇറക്കുക, അങ്ങനെ പോകുന്നു. ക്രിസ്തുവിൻ്റെ പരിപാവനമായ ക്രിസ്മസ് ആഘോഷത്തെ ഒരു പരിധിവരെ താറുമാറാക്കുന്ന ബഹളങ്ങൾ. ക്രിസ്മസ് പാതിരാ കർമ്മങ്ങൾ പരിപാടികൾ പലയിടത്തും സമയമാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കാലത്തിനനുസരിച്ചൊരു മാറ്റമാണ്. രാത്രികാലത്തിൻ്റെ മറവിൽ സമൂഹത്തിൽ കള്ളന്മാരും സാമൂഹ്യവിരുദ്ധരും ചില മതവിരോധികളും പലതും നടത്തുന്ന കാലഘട്ടമായിരിക്കുന്നതിനാൽ സഭാധികാരികൾ നിയമം മൂലം ചിലതൊക്കെ നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. കേരളത്തിലെ പോലെ ചില ക്രൈസ്തവ സമൂഹങ്ങൾ വിദേശ രാജ്യങ്ങളിലും ആഘോഷങ്ങൾ നടത്തിയിരുന്നത് ഇന്ന് സ്വയം നിർത്തുകയോ മറ്റ് സമ്മർദ്ദത്താൽ നിർത്തിവയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞുവെന്ന് വാർത്തകളിൽ നാം കാണുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ പേരിൽ നടത്തുന്ന നമ്മുടെ ആഘോഷങ്ങൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമാക്കണം, ദൈവജനത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതായിരിക്കണം, ക്രൈസ്തവ മാതൃക നൽകുന്നതാകണം, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതായിരിക്കണം, ക്രൈസ്തവ സഹോദര്യം പ്രഘോഷിക്കുന്നതായിരിക്കണം, ക്രിസ്തുവിൻ്റെ ശാന്തിയും സമാധാനവും ലോകത്തിന് കാഴ്ചവെക്കുന്നതുമായിരിക്കണം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഏതാനും ലളിതമായ ചിതറിയ ചിന്തകൾ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. യേശുവിൻ്റെ സമാധാനവും ശാന്തിയും ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും സമൂഹങ്ങളിൽ നിന്നും രാജ്യത്തു നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് പുനഃസ്ഥാപിക്കുവാൻ ക്രൈസ്തവനാണ് പ്രത്യേകമായ കടപ്പാടുള്ളത്. ക്രിസ്തുവിൻ്റെ സ്നേഹസാഹോദര്യവും സമാധാനവും നമ്മുടെ സമൂഹങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. അതുപോലെ സമാഗതമാകുന്ന പുതുവത്സരത്തിൻ്റെയും മംഗൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.